നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കേരള സ്റ്റൈൽ പക്കാവട. അപ്പൊ പക്കാവട ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പക്കാവട റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പക്കാവട റെഡിയാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവും അരിപ്പൊടിയാണ്. കടലമാവ് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പും 1/4 കപ്പുമായിട്ട് സെപ്പറേറ്റ് വെച്ചേക്കുന്നേ ഉള്ളൂ. അത് ഇടിയപ്പത്തിന് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വെളുത്തുള്ളി, അതുപോലെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളിത് പക്കാവടയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ. വളരെ നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ കടലമാവൊക്കെ ആയതുകൊണ്ട് ഗ്യാസൊക്കെ ഫോം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അരച്ചെടുക്കുകയാണ്. വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് എത്ര വെള്ളം യൂസ് ചെയ്യുന്നത് ഞാൻ അരച്ചതിന് ശേഷം പറയാം. അത് അരച്ചിട്ട് അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം നമുക്ക് എടുക്കണം. അതിൻ്റെ ആ ഒരു പീസസ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ അരച്ചും എടുക്കണം. ഇപ്പം ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് 2 ടേബിൾ സ്പൂൺ വെള്ളം യൂസ് ചെയ്താണ് അരച്ചെടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് അരിച്ചെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ആ ഒരു ഡോ റെഡിയാക്കുന്ന സമയത്ത് പക്കാവടയ്ക്കുള്ള മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ ഒരു പീസസ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഫ്ലേവർ കംപ്ലീറ്റ് നമുക്ക് കിട്ടി. ഇനി ഞാനിവിടെ ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് ആ മിക്സ് റെഡിയാക്കാൻ നോക്കാം. മാവൊക്കെ ഒന്ന് കടലമാവും അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്കൊന്ന് റെഡിയാക്കാനുള്ളത്. ഇപ്പം ഞാനിവിടെ കുറച്ച് പൊടികൾ കൂടി ഇതിൽ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർക്കണം. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ നല്ലൊരു കളർ കൂടി കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ടേസ്റ്റ് പോരാ, കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ. ചേർത്തിട്ടും മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടുന്നത് അതിനനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിവിടെ കുറച്ചുകൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആയിട്ടുണ്ട്. ഇത്രയും മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലേവേർഡ് വാട്ടർ അതങ്ങ് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല വെള്ളം ആ ഒരു മാവിൽ കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൈ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ കൈയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം കുറച്ച് നല്ല രീതിയിൽ ആ മാവിലും എല്ലാം വെള്ളവും മസാലയും എല്ലാം നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ ഇടയ്ക്കൊന്നും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കുഴച്ച് തീർന്നിട്ട് എത്ര വെള്ളം ആവശ്യമായിട്ട് വന്നു എന്ന് ഞാൻ പറയാം. അപ്പോൾ കുറച്ച് നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നതാണ് നല്ലത്. ഇതുപോലെ അപ്പോൾ ഞാൻ എത്ര കുഴച്ച് തീർന്നതിന് ശേഷം ലാസ്റ്റ് എങ്ങനെയാണ് അത് എത്ര വെള്ളമാണ് ചേരേണ്ടതെന്ന് പറയാം. ഇപ്പം നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാകാൻ വേണ്ടിയാണ് ലാസ്റ്റ് ആ 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കുന്നത്. അതായത് ഇതുപോലെ വിരൽ വെച്ച് ഇങ്ങനെ ഞെക്കി നോക്കുവാണെങ്കിൽ അതിങ്ങനെ കുഴിഞ്ഞു പോയിട്ട് തിരിച്ച് വിരലിലേക്ക് മാവ് ഒട്ടി വരില്ല. ഇതാണ് അതിൻ്റെ ഒരു പരുവം. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിതിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ കോരി ഇടാനായിട്ട് ഞാനിതുപോലൊരു പാത്രം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ റെഡിയാക്കിയ ഡോ ഇങ്ങനെ നമ്മുടെ ആ ഇടിയപ്പമൊക്കെ റെഡിയാക്കുന്ന സേവനാഴിയിലോട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ അത് യൂസ് ചെയ്താണ് ഈ പക്കാവട ഉണ്ടാക്കുന്നത്. അതിൽ നമുക്ക് റിബൺ ഷേപ്പിൽ കിട്ടുന്ന ഒരു ചില്ല് എന്തായാലും ഉണ്ടാവും. ആ ഒരു അച്ച് യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്.
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓയിൽ നല്ല രീതിയിൽ ചൂടായതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഇത് റെഡിയാക്കാനുള്ളത്, പക്കാവട റെഡിയാക്കാനുള്ളത്. അത് ഇതുപോലെ എന്തെങ്കിലും ഇട്ട് നോക്കുമ്പോൾ അറിയാം ഓയിൽ ചൂടായോന്ന്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഓയിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഉള്ള് വേഗത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ പുറം മാത്രം ഇങ്ങനെ ക്രിസ്പിയായി അങ്ങ് വരും. ഉള്ള് വേകാതെ ഒരു കറക്റ്റ് ഫോമിൽ കിട്ടത്തില്ല. ഇപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് ഇതിലിങ്ങനെ ബബിള് പോലെ വരുന്നുണ്ടല്ലോ, ആ ബബിള് തീർന്ന് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഓക്കെ അത് കുറച്ചൊന്ന് വെന്ത് വരുന്നെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് കുറച്ചൊന്ന് ഹാർഡായതിന് ശേഷം മാത്രമേ നിങ്ങൾ മറിച്ചിടാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പം നമുക്ക് ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഹാർഡാവും. അപ്പം നമുക്കത് തിരിച്ചിടാൻ പറ്റും. ഇപ്പം ഇത് ഞാനൊന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ഇത് തിരിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് തിരിച്ചിട്ടാൽ അത് അതുപോലെ തന്നെ നമുക്കെടുത്ത് തിരിച്ചിടാൻ പറ്റും. നന്നായിട്ട് തിരിച്ചിടുമ്പോഴും നിങ്ങൾക്ക് കാണാം ആ ഒരു ബബിൾസ് ഇങ്ങനെ പതുക്കെ ഉണ്ടാവും ആ ഓയിലിൽ. അത് കഴിയുമ്പോൾ അത് വെന്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം നമുക്കതിനെ കോരിയങ്ങ് മാറ്റാം. ഇപ്പം ഞാനിതിവിടെ ഏകദേശം അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ കോരി എടുക്കുന്നതാണ്. ഇതുപോലെ നമുക്കങ്ങ് കോരി അതുപോലെ ഒരു സ്ട്രെയിനറിൽ വെക്കാം. അതാകുമ്പോൾ അതിലേക്ക് ഓയിൽ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഡ്രെയിൻ ആയി പോകും. ഇതുപോലെ പൊട്ടിയെന്ന് പറഞ്ഞ് ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്കിത് ലാസ്റ്റ് വീണ്ടും ഇതിനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ കോരി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഡോയും കൂടി ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പം ഏകദേശം എല്ലാം പ്രിപ്പയറായി ഏറ്റവും ലാസ്റ്റത്തെയാണ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കുക്ക് എടുത്തതിന് ശേഷം നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാം കുക്ക് ചെയ്ത് തണുത്തിരിക്കുകയാണ്. ഇതിനെ നമുക്കിങ്ങനെ ഒന്നൊന്നായി എടുത്ത് നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് ഇങ്ങനെ പൊട്ടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അത് ചെറുതായിട്ടോ വലുതായിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കാവൂ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാം, അല്ല പൊട്ടിച്ച് ചെറിയ പീസാക്കി വെച്ചും യൂസ് ചെയ്യാം. ഇനി ഞാനിതിപ്പോൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അതേ ഓയിലിൽ തന്നെ ഞാൻ ഒരു പിടി കറിവേപ്പില കൂടി ഞാനിതുപോലെ ഫ്രൈ ചെയ്തിടുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടതിന് ശേഷം അതും കൂടി ഈ പക്കാവടയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റിയും കൂടിയാണ് കറിവേപ്പില ഇങ്ങനെ ഫ്രൈ ചെയ്തിടുന്നത്. അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഈ പക്കാവട സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് കഴിക്കുന്ന സമയത്ത് അത് പ്രത്യേക ടേസ്റ്റ് കിട്ടും. അത് മാത്രമല്ല കാണാനും അതൊരു ഭംഗിയാണ്. അതിനാണ് ഞാനിതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തിടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി അതിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് ഡ്രെയിൻ ആയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ആ പക്കാവടയിൽ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പക്കാവട. ഞാനിതിവിടെ പക്കാവട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് കറിവേപ്പില കൂടി വറുത്തതും കൂടി ലാസ്റ്റ് ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ കുറേ ദിവസം വരെ ഇരിക്കും. നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാം. എല്ലാവർക്കും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.